പുതുക്കിയ ക്രിമിനൽ നിയമം ഭാരതീയ ന്യായ സംഹിത പ്രകാരം രാജ്യത്ത് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്ത കേസ് ബൈക്ക് മോഷണവുമായി ബന്ധപ്പെട്ട് മധ്യപ്രദേശിലെ ഗ്വാളിയോർ പോലീസാണ് പുലർച്ചെ 12:10 FIR രജിസ്റ്റർ ചെയ്തത്. ഡൽഹിയിലെ തെരുവു കച്ചവടക്കാരനെതിരെയാണ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തതെന്ന പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. ഇന്ന് പ്രാബല്യത്തിൽ വന്ന ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഡൽഹിയിലെ കമല മാർക്കറ്റ് പോലീസ് സ്റ്റേഷനിൽ തെരുവ് കച്ചവടക്കാരനെതിരെയാണ് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തതെന്നായിരുന്നു പ്രചരണം. എന്നാൽ ഈ പ്രചരണം തെറ്റാണെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തന്നെ വ്യക്തമാക്കിയത്. പുലർച്ചെ 12:10 മധ്യപ്രദേശിലെ ഗ്വാളിയോർ പോലീസ് രജിസ്റ്റർ ചെയ്ത ബൈക്ക് മോഷണവുമായി ബന്ധപ്പെട്ട കേസാണ് ഭാരതീയ ന്യായ സംഹിത പ്രകാരം രാജ്യത്ത് ആദ്യം രജിസ്റ്റർ ചെയ്തതെന്ന് അമിത് ഷാ പറഞ്ഞു. കമല മാർക്കറ്റ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്ത ആദ്യ കേസുകളിലൊന്നാണെങ്കിലും അത് പഴയ നിയമപ്രകാരമാണെന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റതിനും പൊതുവഴി തടസ്സപ്പെടുത്തിയതിനുമാണെന്നും ആഭ്യന്തരമന്ത്രി തുറന്നുകാട്ടി. सबसे पहला मामला अब तक के रिकॉर्ड के हिसाब से ग्वालियर के पुलिस थाने में हुआ है और चोरी का है. किसी की मोटरसाइकिल चोरी कर ली गई 1,80,000 की वैल्यू की. इसका मामला 12:10 पर रजिस्टर हुआ है. पहला मामला नहीं है. അതേസമയം ഭാരതീയമായ നിയമങ്ങളെ പ്രതിപക്ഷം വിമർശിക്കുന്നുണ്ടെങ്കിലും പുതിയ നിയമവ്യവസ്ഥയിലെ നീതിബോധം മികച്ചതാണെന്നും പൗരസൗഹൃദമാണെന്നും അഭിഭാഷകരും നിയമപാലകരുമടക്കം ചൂണ്ടിക്കാട്ടുന്നു. भारतीय न्याय संहिता, भारतीय नागरिक सुरक्षा संहिता और भारतीय साक्ष्य अधिनियम से, तो इसमें जो है काफ़ी सिटीजन फ्रेंडली है तीनों कानून जो है, और इस पे जो हमारी प्रिपेयर्डनेस जो है काफ़ी पहले से चल रही थी. जैसा कि आपको पता होगा कि 3 चरणों में जो है बिहार के सभी जिलों में जो है ट्रेनिंग करवाया गया इसके संबंध में. പുതിയ നിയമങ്ങൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് സംസ്ഥാന പോലീസ് സേനകൾ പ്രത്യേകമായി ഉദ്യോഗസ്ഥർക്ക് ക്ലാസ് നൽകി വരികയാണ്. കൂടാതെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉന്നത ഉദ്യോഗസ്ഥർക്കായി അവബോധ ശില്പശാലകളും സംഘടിപ്പിക്കുന്നുണ്ട്. ജനം, ഡൽഹി.